കുറച്ച് വിറക് ശേഖരിക്കാനായിരുന്നു ഹോ കാൻ എന്ന കർഷകൻ വിയറ്റ്നാമിലെ ക്വാങ് ടിച്ചി പ്രവിശ്യയിലെ കാട്ടിൽ ചുറ്റിത്തിരിഞ്ഞത്. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു ഗുഹാമുഖം കണ്ടത്. അത്ഭുതമെന്ന് പറയട്ടെ, ഗുഹയിൽ നിന്ന് മേഘങ്ങൾ പുറത്തേക്ക് വരുന്നത് അദ്ദേഹം കണ്ടു. ഒരു നദി ഒഴുകുന്ന ശബ്ദവും ശക്തമായ കാറ്റും ഗുഹയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് പരിഭ്രമിച്ചത് കൊണ്ടാവാം ഹോ കാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാതെ വീട്ടിലേക്ക് മടങ്ങിയത്. ഇത് നടന്നത് 1990-ലായിരുന്നു. കുറേ വർഷങ്ങൾക്കു ശേഷം ബ്രിട്ടീഷ് കേവ് റിസർച്ച് അസോസിയേഷനിലെ 2 പേരോട് ഈ വിചിത്ര സംഭവത്തെക്കുറിച്ച് ഹോ കാൻ വിവരിച്ചു. ആ ഗുഹാമുഖം കാണിച്ചു കൊടുക്കാനായി അവർ ആവശ്യപ്പെട്ടു. എന്നാൽ ഹോ കാൻ അവിടേക്കുള്ള വഴി മറന്നിരുന്നു. പിന്നീട് 2009-ൽ ഇദ്ദേഹം ആ സ്ഥലം വീണ്ടും കണ്ടുപിടിച്ചു. ഹോവാർഡ് ലിംബോർട്ട് നയിച്ചിരുന്ന ബ്രിട്ടീഷ് വിയറ്റ്നാം കേവ് എക്സ്പെഡീഷൻ്റെ ടീമിനെ ആ ഗുഹയിലെത്തിച്ചു. ആ ഗുഹയുടെ പര്യവേക്ഷണത്തിന് ശേഷം ഒരു കാര്യം വ്യക്തമായിരുന്നു. അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗുഹയാണ്. ഹാങ് സോൺ ഡോങ് ഗുഹയ്ക്ക് ഏതാണ്ട് 9 കിലോമീറ്റർ നീളവും 200 മീറ്റർ വീതിയും 150 മീറ്റർ ഉയരവുമുണ്ട്. ഈ ഗുഹയുടെ വലിപ്പത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇങ്ങനെ ആലോചിച്ചു നോക്കൂ. ഒരു ബോയിങ് 747 വിമാനത്തിന് അതിൻ്റെ ചിറകുകൾ രണ്ടും തട്ടാതെ ഇതിലൂടെ പറക്കാൻ പറ്റും. ഈ ഗുഹയ്ക്ക് 2 മുതൽ 5 മില്യൺ വർഷം പഴക്കമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഇതിലൂടെ റവോ തൂങ് എന്നും കേരി എന്നും പേരുള്ള 2 നദികൾ ഒഴുകുന്നു. ഇവിടുത്തെ ആവാസ വ്യവസ്ഥ പ്രത്യേകത നിറഞ്ഞതാണ്. തടാകങ്ങളും 50 മീറ്റർ വരെ പൊക്കമുള്ള മരങ്ങളുള്ള ഒരു കാടും ഈ ഗുഹയ്ക്കുള്ളിലുണ്ട്. ഇവിടെ പാമ്പുകളും കിളികളും കുരങ്ങുകളും മറ്റും ജീവിക്കുന്നു. കൂടാതെ വെളിച്ചമില്ലാത്ത സ്ഥലമായതിനാൽ കാഴ്ചയില്ലാത്തതും വെളുത്തതുമായ മറ്റു പല ജീവജാലങ്ങളും ഉണ്ട്. ലോകത്തിലേക്ക് ഏറ്റവും വലിയ സ്റ്റാലാഗ്മൈറ്റ്സ് ഈ ഗുഹയ്ക്കുള്ളിലുണ്ട്. ഗുഹയുടെ പുറത്തേക്കുള്ള വഴിക്ക് തൊട്ടുമുമ്പ് 90 മീറ്റർ ഉയരമുള്ള വലിയൊരു കാൽസൈറ്റ് ബാരിയർ ഉണ്ട്. ഇതിനെ ഗ്രേറ്റ് വാൾ ഓഫ് വിയറ്റ്നാം എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ അപ്പുറത്തായി വിവിധ വലുപ്പത്തിലുള്ള കേവ് പേൾസ് കാണാം. വെള്ളത്തുള്ളികൾ ഗുഹയുടെ മുകളിൽ നിന്ന് ഇറ്റിറ്റ് വീണുണ്ടാകുന്ന കാൽഷ്യം കാർബണേറ്റ് ഡെപ്പോസിറ്റുകളാണ് കേവ് പേൾസ്. ഈ ഗുഹ കാണാൻ ഒരു വർഷത്തിൽ വളരെ കുറച്ച് ആളുകളെ അനുവദിക്കാറുള്ളൂ. ഇവിടുത്തെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാനാണ് ഈ മുൻകരുതൽ.